ഇന്ന് കേരളം വീണ്ടും പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എത്ര വോട്ട് ചെയ്തവരാണെങ്കിലും ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ആളുകളുണ്ട്. ഇന്ന് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യം ഘട്ടം ഘട്ടമായിട്ടാണ് പറയുന്നത്. വേഗത്തിൽ തന്നെ വീഡിയോ കാണാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് പങ്കുവെച്ചു കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. ആദ്യമായി നിങ്ങൾ പോളിംഗ് സ്റ്റേഷനിലെത്തുമ്പോൾ ഒന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്താണ് വരുന്നത്. നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയിലെ പേരും മറ്റു വിവരങ്ങളും പരിശോധിച്ച് രേഖപ്പെടുത്തും. പോളിംഗ് ഏജന്റുമാരാണ് രണ്ടാമതായുള്ളത്. അതായത് സ്ഥാനാർത്ഥി നിയോഗിച്ച ആളുകളാണ് പോളിംഗ് ഏജന്റുമാർ. ഇവർ കേൾക്കെ ഒന്നാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ പേര് വിളിക്കും. ആളുമാറി വോട്ട് ചെയ്യാനെത്തിയതാണ് എന്ന് തോന്നിയാൽ പോളിംഗ് ഏജന്റിന് നിശ്ചിത തുകയടച്ച് വോട്ട് ചലഞ്ച് ചെയ്യാം. എന്നാൽ ഇത് കള്ള വോട്ടാണെന്ന് തെളിഞ്ഞാൽ ഈ തുക പോളിംഗ് ഏജന്റിന് തിരിച്ചു ലഭിക്കും. എന്നാൽ ഇത് കള്ള വോട്ടല്ല, യഥാർത്ഥ വോട്ടാണെന്ന് ബോധ്യപ്പെട്ടാൽ ഈ തുക സർക്കാർ എടുക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നീട് രണ്ടാം പോളിംഗ് ഓഫീസറുടെ അടുത്തേക്കാണ് നിങ്ങൾ എത്തുന്നത്. നിങ്ങളുടെ വോട്ട് പോളിംഗ് ഏജന്റ് ചലഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഇടത് ചൂണ്ടുവിരലിൽ അദ്ദേഹം മഷി പുരട്ടും. രജിസ്റ്ററിൽ വോട്ടറുടെ ഒപ്പോ വിരലടയാളമോ രേഖപ്പെടുത്തും. ക്രമനമ്പർ രേഖപ്പെടുത്തിയ വോട്ടേഴ്സ് സ്ലിപ്പും നൽകും. പിന്നീട് നിങ്ങൾ പോകുന്നത് മൂന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്തേക്കാണ്. വോട്ടേഴ്സ് സ്ലിപ്പുമായി മൂന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്ലിപ്പ് സ്വീകരിച്ച ഓഫീസർ പോളിംഗ് കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തും. നീണ്ട ബീപ്പ് ശബ്ദം കേട്ടാൽ യന്ത്രം തയ്യാറാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കുറവ് വോട്ടർമാരുള്ള ഇടങ്ങളിൽ മൂന്നാം പോളിംഗ് ഓഫീസർ തന്നെയായിരിക്കും പ്രിസൈഡിംഗ് ഓഫീസറും. ഇനി നിങ്ങൾ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ എത്തിയാൽ ചെയ്യേണ്ട കാര്യമാണ് വോട്ടിംഗ് യന്ത്രത്തിലെ ബാലറ്റ് യൂണിറ്റിൽ സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും ഒപ്പം അദ്ദേഹത്തിന്റെ ഫോട്ടോ കൂടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ബാലറ്റ് യൂണിറ്റിന്റെ ഇടതുഭാഗത്തായി പച്ച ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് എങ്കിൽ യന്ത്രം വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്താൻ തയ്യാറാണ് എന്ന് അർത്ഥം. സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും ഫോട്ടോയ്ക്കും നേരെയുള്ള നീല ബട്ടണാണ് നിങ്ങൾ അമർത്തേണ്ടത്. ഒരിക്കൽ മാത്രമേ ബട്ടൺ അമർത്താൻ പറ്റുകയുള്ളൂ. ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ചെറിയ ബീപ്പ് ശബ്ദത്തോടും പച്ച ബൾബ് അണഞ്ഞ് ചുവന്ന ലൈറ്റും തെളിയും. നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. നീല ബട്ടൺ ഒരു തവണ അമർത്തിയാൽ ഉടൻ തന്നെ യന്ത്രം ലോക്കാകും. ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അസാധു വോട്ടുകളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നീട് അടുത്തയാൾ വരുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തിയാലേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്ഥാനാർത്ഥികളിൽ ആരെയും നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ബാലറ്റിംഗ് യൂണിറ്റിലെ നോട്ടയ്ക്ക് നേരെ, അതായത് നൺ ഓഫ് ദി എബോ എന്ന ഒരു ലിങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. വോട്ട് രേഖപ്പെടുത്തിയാൽ നീണ്ട ബീപ്പ് ശബ്ദം കേൾക്കും. വോട്ടിംഗ് പൂർത്തിയായി എന്നാണ് അർത്ഥം. ചുവന്ന ലൈറ്റ് കത്തിയില്ല എങ്കിൽ, ബീപ്പ് ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രിസൈഡിംഗ് ഓഫീസറോട് പരാതി പറയാം. ഇനി ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നറിയാനുള്ള ഒരു കാര്യമാണ് VVPAT. വോട്ടേഴ്സ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വോട്ടർക്ക് മാത്രമേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. വോട്ട് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ വോട്ട് ലഭിച്ചയാളുടെ പേര്, ക്രമനമ്പർ, ചിഹ്നം എന്നിവ പ്രിന്റ് ചെയ്ത് സ്ലിപ്പ് VVPAT മെഷീനിൽ പ്രദർശിപ്പിക്കും. ഈ ഭാഗം ഗ്ലാസ് കൊണ്ട് മറച്ചതുകൊണ്ട് തന്നെ സ്ലിപ്പ് വോട്ടർക്കോ അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഇത് പുറത്തെടുക്കാൻ സാധിക്കില്ല. 7 സെക്കൻഡ് മാത്രമാണ് ഈ സ്ലിപ്പ് വായിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് 8-ാം സെക്കൻഡിൽ ഈ സ്ലിപ്പ് മുറിഞ്ഞ് മെഷീന്റെ ഭാഗമായ പെട്ടിയിലേക്ക് പോകും. വോട്ട് വിഹിതം സംബന്ധിച്ച് പിന്നീട് പരാതിയുണ്ട് എങ്കിൽ ഈ സ്ലിപ്പാണ് എണ്ണുന്നത്. ഇതോടുകൂടി നിങ്ങൾക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ വിട്ടുപോകരുത്.